പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമുക്ക് ചായ പലഹാര വിശേഷങ്ങളാണ്. അപ്പോൾ അത് പൂരിയാണ്. അത് പൂരി മുട്ട റോസ്റ്റും, മുട്ടക്കറിയല്ല റോസ്റ്റ്. പൂരിയൊക്കെ കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഇന്ന് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇന്ന് മുട്ട റോസ്റ്റ് വയ്ക്കാനുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്. അപ്പോൾ ആദ്യം നമുക്ക് വലിയ ഉള്ളി അതൊക്കെ ഒന്ന് തോലിയെത്തി, ഇനിയിപ്പോൾ എല്ലാ ഈ 2-3 കഷ്ണങ്ങളും അതൊന്നിട്ട് നുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് നുറുക്കാം. പിന്നെ നമുക്ക് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ പാർന്ന് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകും അത് ഇനി നല്ല പോലെ വഴറ്റി എടുക്കാം. പിന്നെ ഒന്നിൻ്റെ വഴന്നിട്ട് അതിൽ നമുക്ക് തക്കാളി നുറുക്കിയതും അതും ചേർക്കാം. ഇത് 3 ഇപ്പോൾ ഇതിൽ ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മുളക് പൊടി അത് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളതിൽ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ മസാല ചേർത്താൽ നല്ല രസമാണ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. അപ്പോൾ അമ്മ ഏതായാലും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് മുട്ട റോസ്റ്റിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണ്. ഒക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൽ നമുക്ക് ലേശം ഉപ്പിടാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ലേശം. ഇതൊന്നുകൊണ്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കറിവേപ്പില ഇടാം. പിന്നെ നമ്മൾ കോഴിമുട്ട പുഴുങ്ങിയത് തോടൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ അത് നമുക്ക് അതിൽ ചേർക്കാം. 2 എണ്ണം അങ്ങനെ ചേർക്കാമെന്ന് വേണമെങ്കിൽ മുറിച്ചിട്ടൊക്കെ ഇടാം. അപ്പോൾ അത് നല്ലപോലെ അതിൻ്റെ ഇളക്കിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി. പിന്നെ ഇപ്പോൾ നമുക്ക് ഇനി പൂരിക്ക് ഗോതമ്പിൻ്റെ പൊടി അതേതായാലും വെള്ളത്തിൽ നമുക്ക് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് കുഴച്ചെടുത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്, ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അതൊക്കെ ഞാൻ മുറിച്ചിങ്ങനെ എടുക്കാം പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിവിടെ കഴിഞ്ഞു പരത്തൽ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പൂരി ചുട്ടെടുക്കുകയാണ് അമ്മ. നമ്മൾ മുട്ട റോസ്റ്റ് ഇന്ന് എടുത്തിട്ട് പാത്രത്തിലാക്കി, എന്നിട്ട് പിന്നെ ചട്ടി കഴുകിയിട്ടാണ് പിന്നെ അതിൽ ഇതുണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ കുറച്ച് കട്ടിയുള്ള പൂരിയാണ് ഇഷ്ടം. പറ്റങ്ങട്ട് കട്ടി കുറഞ്ഞ രീതിയിൽ അത് അത്ര വലിയ ഇഷ്ടമല്ല. അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പൂരി അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 2 പേർക്കുള്ള പൂരി
അപ്പോൾ അതങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഏകദേശം ചുട്ട് കഴിയാനായി. അപ്പോൾ നമുക്ക് ഇനി ചായ കുടിക്കായി. പിന്നെ നമുക്ക് മുട്ട റോസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇതാ ചായ, പൂരി, മുട്ട റോസ്റ്റ്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് രാവിലത്തെ ചായ പലഹാരം. നല്ല രസമുണ്ട് മുട്ട റോസ്റ്റ്. അതുപോലെ ചപ്പാത്തിക്ക്, വെള്ളപ്പത്തിന് ഒക്കെ പറ്റിയതാണ്. നല്ല രസമാണ്. അപ്പം ഇന്ന് അത്യാവശ്യം മഴയുള്ള ദിവസം തന്നെയാണ് രാവിലെ എന്നും. അപ്പോൾ ആ സമയത്ത് നല്ല ചൂട് ചായയും ഒക്കെ കുടിക്കാൻ രസമാണ്. ഉഷാറല്ലേ? ഇത് പാകത്തിനേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.